പരസ്പര ധാരണയും സ്നേഹവും മനസ്സിലാക്കലുമുള്ള മനോഹരമായ ഒരു കാര്യമാണ് വിവാഹം. വിശ്വാസവും ധാരണയും തന്നെയാണ് ഒരു ബന്ധത്തെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്നത്. പലപ്പോഴും വിവാഹത്തിന് ശേഷം പലർക്കും പലതും പുതിയ അനുഭവങ്ങൾ തന്നെയായിരിക്കും. ചിലതെല്ലാം പ്രിയപ്പെട്ടവരോട് തുറന്നു പറയുന്നതിന് പലരും തയ്യാറാവുകയും ചെയ്യും. എന്നാൽ ചില കാര്യങ്ങളാകട്ടെ രഹസ്യമായി സൂക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നിലനിർത്തുന്നതിനു വേണ്ടി പ്രത്യേകിച്ച് സ്ത്രീകൾ രഹസ്യമായി സൂക്ഷിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. വിവാഹത്തിന് ശേഷം സ്ത്രീകൾ ഒരു കാരണവശാലും ഈ പറയുന്ന 7 കാര്യങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവെക്കരുത്. ഇത് നിങ്ങളുടെ ജീവിതം തകർക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അതുമാത്രമല്ല, പലപ്പോഴും ഈ രഹസ്യങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുന്ന സമയം ചില തെറ്റിദ്ധാരണകൾ ഉണ്ടാവുകയും ചെയ്യും. അതിനാൽ ഈ പറയുന്ന 7 കാര്യങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാതിരിക്കുക. 1. ദാമ്പത്യത്തിലെ സംഭാഷണങ്ങൾ. ദാമ്പത്യ ജീവിതത്തിൽ ഭാര്യയും ഭർത്താവും പല വിധത്തിലുള്ള സംഭാഷണങ്ങൾ നടത്തുന്നു. ഇത് പലപ്പോഴും ദമ്പതികൾ തമ്മിലുള്ള അടുപ്പം വർദ്ധിപ്പിക്കുന്നതിനെ സഹായിക്കും. ഒരു കാരണവശാലും ഇത്തരം കാര്യങ്ങൾ ദമ്പതികൾ, പ്രത്യേകിച്ച് സ്ത്രീകൾ, മറ്റുള്ളവരുമായി പങ്കുവയ്ക്കരുത്. അത് പങ്കാളിക്ക് അസ്വസ്ഥതയുണ്ടാവുകയും പലപ്പോഴും നിങ്ങളുടെ ബന്ധത്തിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യും. അതിനാൽ ആരോഗ്യകരമായ സന്തോഷകരമായ ദാമ്പത്യത്തിനു വേണ്ടി ഇത്തരം സംഭാഷണങ്ങൾ എപ്പോഴും രഹസ്യമായി സൂക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. 2. സാമ്പത്തിക സംഭാഷണങ്ങൾ. സാമ്പത്തിക കാര്യങ്ങൾ എപ്പോഴും ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതിൽ വിവാഹ സമയത്ത് പലപ്പോഴും സാമ്പത്തികപരമായി എത്രത്തോളം ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നുണ്ട് എന്നത് എല്ലാവർക്കും അറിയാം, അല്ലേ? ഇത് മറ്റൊരാളുമായി പങ്കുവയ്ക്കുമ്പോൾ അനാവശ്യ സമ്മർദ്ദത്തിലേക്ക് നിങ്ങളെ എത്തിക്കുന്നതിന് വഴിയൊരുക്കുന്നു. ഇതൊഴിവാക്കാൻ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാതിരിക്കുന്നതാണ് നല്ലത്. 3. വ്യക്തിപരമായ പ്രശ്നങ്ങൾ. ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടാകുന്ന വ്യക്തിപരമായ പ്രശ്നങ്ങൾ പലപ്പോഴും ജീവിതത്തിൽ പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട്. എന്നാൽ ഇത് മറ്റൊരാളോട് പങ്കുവയ്ക്കുന്നത് അത്ര നല്ല സ്വഭാവമല്ല. മാത്രമല്ല, ഇത് നിങ്ങളുടെ ജീവിതത്തിലെ പൊരുത്തക്കേടുകൾ വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ബന്ധങ്ങളിൽ പ്രതിസന്ധികൾ ഇല്ലാതിരിക്കുന്നതിന് വേണ്ടി ഇത്തരം കാര്യങ്ങൾ എത്ര അടുപ്പമുള്ള വ്യക്തിയാണെങ്കിൽ പോലും അവരോട് ഒന്നും തുറന്നു പറയരുത്. 4. വൈകാരിക പ്രശ്നങ്ങൾ. ദാമ്പത്യ ജീവിതത്തിലുണ്ടാകുന്ന വൈകാരിക പ്രശ്നങ്ങളും പുറത്തു പറയുന്ന നിരവധി പേരുണ്ട്. എന്നാൽ ഇത് നിങ്ങളുടെ പങ്കാളിക്കുണ്ടാക്കുന്ന അസ്വസ്ഥതകൾ നിങ്ങൾ തിരിച്ചറിയേണ്ടതാണ്. നിങ്ങളുടെ പങ്കാളിക്ക് വരുന്ന അസ്വസ്ഥതകൾ മൂലം ബന്ധങ്ങളിൽ വിള്ളലുകൾ ഉണ്ടാകുന്നതിന് കാരണമാകുന്നു. ഇത് ദാമ്പത്യ ജീവിതത്തിൽ കൂടുതൽ പ്രതിസന്ധികൾ സൃഷ്ടിക്കും. ഇത്തരം അവസ്ഥകൾ ഒഴിവാക്കുന്നതിനും ആരോഗ്യകരവും സംതൃപ്തവുമായ കുടുംബജീവിതം നയിക്കുന്നതിനും വേണ്ടി നിങ്ങളുടെ ദാമ്പത്യത്തിലെ വൈകാരിക കാര്യങ്ങൾ പുറത്ത് പറയാതിരിക്കുന്നത് ശ്രദ്ധിക്കണം. 5. വ്യക്തിപരമായ പ്രശ്നങ്ങൾ. ദാമ്പത്യത്തെ ബാധിക്കുന്ന വ്യക്തിപരമായ പ്രശ്നങ്ങൾ നിങ്ങൾക്കിടയിൽ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് പലപ്പോഴും ദാമ്പത്യ ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാക്കുന്നതിനിടയാകും. എന്നാൽ ഇത് മറ്റൊരാളോട് തുറന്നു പറയുമ്പോൾ പ്രശ്നങ്ങൾ വർദ്ധിക്കുന്നതിനും ഇടയാകാറുണ്ട്. അതിനാൽ ഇത്തരം കാര്യങ്ങൾ നിർബന്ധമായും ശ്രദ്ധിക്കേണ്ടതാണ്. അല്ലാത്ത പക്ഷം ദാമ്പത്യം രണ്ടും 2 വഴിക്കാവും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അതിനാൽ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒട്ടും നിസാരമല്ല, ശ്രദ്ധിക്കുക. 6. സ്വകാര്യ നിമിഷങ്ങൾ. നിങ്ങളുടെ സ്വകാര്യ നിമിഷങ്ങളെക്കുറിച്ച് ഒരു കാരണവശാലും എത്ര അടുപ്പമുള്ള വ്യക്തിയാണെങ്കിലും ഇത് മറ്റൊരാളോട് തുറന്നു പറയരുത്. അത് നിങ്ങളുടെ പങ്കാളിക്ക് അസ്വസ്ഥതയുണ്ടാക്കും. പലപ്പോഴും വഞ്ചിച്ചതായി പോലും അവർ അതിനെ കണക്കാക്കും. ദാമ്പത്യ ജീവിതത്തിൽ ആരോഗ്യകരവും സംതൃപ്തവുമായ ജീവിതമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഇത്തരം കാര്യങ്ങൾ മറ്റുള്ളവരോട് ഷെയർ ചെയ്യാതിരിക്കുക. 7. വിവാഹം നിർണായകം. തന്റെ വിവാഹം ഒരു നിർണായക തീരുമാനമായിരുന്നു എന്ന സംസാരം പരമാവധി ഒഴിവാക്കുന്നതിന് ശ്രദ്ധിക്കണം. കാരണം ഇത്തരം കാര്യങ്ങൾ ഒരു കാരണവശാലും പുറത്തൊരു വ്യക്തിയോടോ അല്ലെങ്കിൽ പങ്കാളിയോട് പോലും പറയരുത്. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ അനാവശ്യ സമ്മർദ്ദം ഉണ്ടാക്കുന്നതിനിടയാകും. സംതൃപ്തവും ആരോഗ്യകരവുമായ ജീവിതം നയിക്കുന്നതിനു വേണ്ടി ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കേണ്ടതും പാലിക്കേണ്ടതും വളരെ അത്യാവശ്യമാണ്.